100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഇത് വട്ടിപ്പണം എന്ന് പറഞ്ഞിട്ട്. ഇത് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് പിന്നെ പാത്രിയാർക്കീസ് ഡമസ്കസിൽ പാത്രിയാർക്കീസിൽ പൂർണ്ണമായിട്ടും വിധേയമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അതാണ് യാക്കോബായ. മറ്റത് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്പിരിച്വൽ ഹെഡ് പിന്നെ ഡമാസ്കസിൽ പാട്രിയാർക്കാണ്. പക്ഷെ മറ്റനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പോപ്പിനുള്ള നിയന്ത്രണന്മാർ ഒരു നിയന്ത്രണത്തിന് അവർ വിധേയമല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നോക്കേണ്ടത്, അദ്ദേഹത്തിന് വല്ല ആത്മീയ കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് രണ്ട് ഗ്രൂപ്പ് ഇങ്ങനെ നിന്നിരുന്നത്. വാസ്തവത്തിൽ അവരുടെ ആചാരത്തിലോ മറ്റുള്ളതിലോ ഒന്നും ഒരു വ്യത്യാസവും മറ്റുള്ള കാര്യങ്ങളിലൊന്നും. യോജിപ്പിന് വാസ്തവത്തിൽ ആത്യന്തികമായിട്ട് യാതൊരു തടസ്സവും. പക്ഷേ ഇതിങ്ങനെ നേരത്തെ സൂചിപ്പിച്ചമാരും പല പള്ളിക്കും നല്ലോണം പണം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒക്കെ പേരിൽ ആയിരിക്കണം ഇത്ര അധികം ഇങ്ങനെ നീണ്ടു പോകേണ്ട കാര്യം ഒന്നുമില്ല. എത്ര കൊല്ലമായി, എത്ര കേസായി, എത്ര പ്രാവശ്യം സുപ്രീം കോടതിയിൽ പോയി. മലബാറിലൊക്കെ കുറെ ഇങ്ങനെ സെറ്റിൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് ഞാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ പരസ്പരം അവർ യോജിച്ചിട്ട് അനുയായികൾ പരസ്പരം ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവർ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. മധ്യകാലങ്ങളിൽ പ്രത്യേകിച്ചിട്ടും ഇവിടെ ആലുവ രണ്ട് ഈ ഇവിടെയുള്ള സെമിനാരി, വേറെ 1-2 സെമിനാരി, അവിടെയും കാര്യമായ പണം വരുന്നത് അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പാർട്ടികളല്ല, ഇവർ തന്നെ പൊളിറ്റിസൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഇവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കോടതി വിധി എന്നും പറഞ്ഞിട്ടും അല്ലാതെയും ഒരു കൂട്ടർക്ക് എന്താ, സർക്കാരിന് അങ്ങനെ നിഷ്പക്ഷമായിട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അവർക്ക് 2 കൂട്ടരുടെ വോട്ടും വേണമല്ലോ, വോട്ട് ബാങ്കാണല്ലോ. അപ്പോൾ അവരെങ്ങനെ ഒരു തരം ഞങ്ങൾ വോട്ട് ചെയ്യില്ല, ഞങ്ങളുടെ അവഗണിക്കണമെന്ന് 2 കൂട്ടരും പറയും. ഏത് സത്യം അവിടെ ഒന്നുമല്ല. ഒരു കൂട്ടർ പറയും ഒരു കൂട്ടർ സഹായിക്കുകയാണ് അവർ ഗവൺമെൻറ്, മറ്റേ കൂട്ടർ പറയും അവരെ സഹായിക്കണമെന്ന്. കോടതി വിധി നടപ്പിലാക്കുന്നില്ല എന്ന് പറയും. കോടതി വിധി നടപ്പിലാക്കാനൊന്നും അത്ര സാധ്യതയുള്ള കേസല്ലത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കോടതി വിധി സുനിശ്ചിതമായിട്ട് ഓരോ പള്ളിക്കുള്ള പ്രത്യേകമായിട്ട് തീരുമാനിക്കാവുന്ന വിധം എന്നുള്ള നിലയിലാണ് കോടതി പ്രൊസീഡ് ചെയ്തിട്ടുള്ളത്. ഇത് 2 കൂട്ടരും ഒന്നിച്ചു പോവില്ല, അതിന് സമ്മതിക്കില്ല. ഇവരുടെ ഇത് കൈകാര്യം 2 കൂട്ടരും കൈകാര്യം ചെയ്യുന്ന ആളുകൾ. തിരുമേനിമാരെ പറ്റി ഞാൻ പറയാനില്ല, അവർക്ക് യോജിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും മറ്റേ ദേവലോകം അദ്ദേഹത്തെ ഞാൻ പല പ്രാവശ്യം നേരത്തുള്ള ആളെയും കണ്ടിരുന്നു, ഇപ്പോഴുള്ള ആളെയും കണ്ടിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒന്നിച്ച് അവിടെ ഒന്നും ഡിസ്കസ് ചെയ്യുകയും ചെയ്തു YMCയിൽ ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പം എനിക്ക് അവസാനമായിട്ട് തോന്നുന്നത് ഇതിനുള്ള ഒരൊറ്റ പരിഹാരം വാസ്തവത്തിൽ ഇത് 2 കൂട്ടരും 2ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഇപ്പോഴുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ അത് ഭാഗിക്കുക. ഇതിപ്പോൾ പരിശോധന നടത്തിയിട്ട് ആർക്കാണ് കൂടുതൽ ഓരോ ഏരിയയിലും കൂടുതൽ ആളുള്ളത് അവർക്ക് പള്ളി വിട്ടുകൊടുക്കുകയും ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും യോജിച്ചിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് വേണ്ട പ്രത്യേകിച്ചിട്ടും യാക്കോബായ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എവിടെയാണ് ആർക്കാ ഭൂരിപക്ഷം അവർക്ക് വേണ്ടിയിട്ട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക. ഇങ്ങനെ അല്ലാതെ ഈ പ്രശ്നം തീരും എന്നെനിക്ക് ഇതില്ല. അത് അവരെന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതല്ലാണ്ട് ഒന്നിച്ചു പോകും. ഞങ്ങളുടെ ആദ്യം ഫോർമുല ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയത്. ഈ വിഷയം